ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പ്രവാസ ജനതയുടെ മരുഭൂപ്രയാണത്തിൻ്റെ ആത്മസാക്ഷാത്കാരമായ പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് പ്രേക്ഷകരെ സഹൃദയം സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസികളുടെ ജീവിതം നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥമാണല്ലോ നമ്മുടെ ബൈബിൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ എബ്രാഹത്തിൻ്റെ പ്രവാസ ജീവിതം നമുക്ക് പ്രത്യാശ നൽകുന്ന ജീവിതാനുഭവമാണ്. പുറപ്പാടിൽ മോശയും കൂട്ടനും നയിക്കുന്ന പ്രവാസ ജീവിതം നമ്മുടെ ഹൃദയത്തെ ഉരുക്കുകയാണ്. ഇതുപോലെ പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് ഊളിയിട്ട് പറക്കുക. കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ കാലത്തായിരിക്കണം ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയം പാടശേഖരങ്ങളും എണ്ണക്കിണറുകളും കണ്ടെത്തിയത്. ഇതുമൂലം ലോകശ്രദ്ധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അനേകായിരങ്ങൾ ജോലി അന്വേഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി. 20കളും 25 വയസ്സും പ്രായങ്ങളിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാരം പേറി ഇവിടെ വന്നവർ ഇന്ന് 60ഉം 65ഉം പിന്നിട്ട് മടക്കയാത്രയിലേക്കാണ്. വെറും കൈയോടെ വന്നവർ അബ്രാഹത്തെ പോലെ ജീവിതത്തിൽ എല്ലാം നേടി, മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും പൈതൃകവും കൈമാറിക്കൊണ്ട് ഇന്ന് അവർ വിശ്രമജീവിതത്തിനു വേണ്ടി നാട്ടിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞ 38 വർഷമായി ദുബായിൽ ജീവിച്ച് തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ നാടായ കേരളത്തിലേക്ക് മടങ്ങുന്ന ഒരു വ്യക്തിയെ ഞാനിന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. ശ്രീമാൻ എം.എൽ. തോമസ്. ശാലോം ടി വിയിലേക്ക് സ്വാഗതം. മിസ്റ്റർ എം.എൽ. തോമസ്, താങ്കൾക്ക് പുറപ്പാടിൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെയാണ് നാട്, കുടുംബം, ഇങ്ങനെയുള്ള വിവരണങ്ങൾ. തൃശ്ശൂരിലെ മോസ്കോ എന്നറിയപ്പെടുന്ന ശങ്കരേ റോഡിലായിരുന്നു എൻ്റെ ജനനം. പ്രസിദ്ധമായ പടിഞ്ഞാറേക്കോട്ട പ്രദേശത്ത് ഉള്ള ശങ്കരേ റോഡിൽ ഞാൻ പിച്ചടി വെച്ച നാളുകളെ ഞാൻ ഓർക്കുകയാണ്. 4 സഹോദരിമാരും ഒരു സഹോദരനും മാതാപിതാക്കളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കൊച്ചു കുടുംബം. 2 ജ്യേഷ്ഠന്മാർ നന്നേ ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ട് പിന്നീട് കണ്ട ഒരു ആൺതരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നാടും വീടും പരിസരവും വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുക എന്നത് എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു. എങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ ഈ ഗൾഫ് എന്ന പ്രദേശത്തേക്ക് വരുവാൻ ഇടയുണ്ടാവുകയാണ് ചെയ്തത്. ഞാൻ വിവാഹിതനും 2 പെൺമക്കളുടെ പിതാവുമാണ്. മൂത്ത മകൾ വിവാഹിതയായി ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമായി ദുബൈയിൽ ജീവിക്കുന്നു. അവളുടെ ഹസ്ബൻഡോട് കൂടി അവൾ ദുബായ് മെട്രോയിൽ ജോലി ചെയ്തു വരുന്നു. രണ്ടാമത്തെ മകൾ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ വിവാഹിതയായി. താങ്കൾ ഇവിടെ എത്തിയ ആദ്യ കാലങ്ങളിൽ ഇവിടുത്തെ ജീവിത രീതി എങ്ങനെയായിരുന്നു? നാട്ടിലെ ജീവിതവും അന്നത്തെ ഇവിടുത്തെ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിച്ചു? കുടുംബത്തെ വിട്ട് ഗൾഫ് എന്ന പ്രദേശത്തേക്ക് വരിക എന്നത് വളരെ വേദനാജനകമായിരുന്നു. എങ്കിലും അന്നത്തെ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു ഗൾഫിലോട്ട് പോവുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ആദ്യമായി കണ്ട ഒരാണുതരി, കുടുംബം വിട്ടു പോകുവാൻ അനുവദിക്കാൻ മനസ്സില്ലാത്ത മാതാപിതാക്കൾ, അവരെയെല്ലാം വിട്ട് എൻ്റെ തീരുമാനത്തിന് പ്രസക്തി കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ സ്വാഭാവികമായും ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇവിടുത്തെ വ്യത്യസ്തമായ കാലാവസ്ഥ, കഠിനമായ ചൂട്, അതിനെപ്പോലെ തന്നെ കഠിനമായ തണുപ്പ്, തീരെ പരിചയമില്ലാത്ത പ്രവാസികൾ, കുടുംബക്കാരായിട്ടെന്ന് പറയുവാൻ മാത്രം ആരുമില്ലാത്ത ഒരു പ്രദേശം, പെട്ടെന്ന് ഓടിപ്പോകേണ്ടി വന്നാൽ സാധിക്കാത്ത അത്രമാത്രം ദൂരമുള്ള ഒരു പ്രദേശം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലയിൽ കൂടി എല്ലാം താണ്ടി മുന്നോട്ട് കുതിക്കുവാൻ എനിക്ക് ശക്തി നൽകിയത് നല്ല ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഉന്നതിയിലോട്ട് നയിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഈ മറുകര താണ്ടാൻ എനിക്ക് ശക്തി നൽകിയത്. താങ്കൾ ഒരു വിശ്വാസിയും അൽമായ നേതാവുമാണ്. ഒരു അൽമായന് ലഭിക്കാവുന്ന എല്ലാ മേഖലകളിലും ഈ ദുബായ് ജീവിതത്തിൽ അങ്ങേക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തന മേഖലകളെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? 1994 മുതൽക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടവക ദേവാലയം എന്നറിയപ്പെടുന്ന ഈ ദുബൈയിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ഞാൻ ഒരു വളണ്ടിയറായി ആരംഭിച്ച് 1999 മുതൽ 2001 വരെ കരിസ്മാറ്റിക്കിൻ്റെ കോർഡിനേറ്റർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുടെ പരിചയസമ്പത്ത് നേടിയെടുക്കുവാൻ പറ്റിയ മേഖലകളായിരുന്നു ഈ കരിസ്മാറ്റിക് ജീവിത രീതി വഴി എനിക്ക് സാധ്യമായത്. വേദനിക്കുന്ന അനേകം മക്കളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരിൽ ഒരാളായി തീരുവാനും ഇട നൽകി അല്ലെങ്കിൽ ഇടവരുത്തി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വിജയം. തുടർന്ന് അങ്ങോട്ട് മലയാളി കാത്തലിക് കോൺഗ്രിഗേഷൻ്റെ ജനറൽ സെക്രട്ടറിയായും മലയാളി കാത്തലിക് കോൺഗ്രിഗേഷൻ്റെ കോർഡിനേറ്ററായും ആ കാലയളവിൽ ഓരോ വർഷമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം കരിസ്മാറ്റിക്കിലായിരുന്നാലും ശരി, മലയാളി കാത്തലിക് കോൺഗ്രിഗേഷൻ്റെ ലീഡർഷിപ്പിലായിരുന്നാലും ശരി, ഈ 2 തവണ കോർഡിനേറ്റർ പദവി അലങ്കരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അത് വലിയ ഒരു അനുഭവ സമ്പത്തായി ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ആദ്യമായി ഗൾഫിൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഫീസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ മലയാളി കാത്തലിക് കോൺഗ്രിഗേഷൻ ദുബൈയിലെ സെയിൻറ്റ് മേരീസ് ചർച്ചിലായിരുന്നു. അന്നത്തെ മലയാളി കാത്തലിക് കോൺഗ്രിഗേഷൻ്റെ ഡയറക്ടറായിരുന്ന സ്പിരിച്വൽ ഡയറക്ടറായിരുന്ന ഫാദർ ജോയ് മാനച്ചേരിയുടെ അനന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായും അന്നത്തെ വികാരി അച്ഛനായിരുന്ന ഫാദർ പീറ്ററിൻ്റെ അനുവാദത്തോടു കൂടി അന്ന് തുടങ്ങി വെച്ച തിരുനാൾ 2017 വർഷത്തിലോട്ട് അവസാനിക്കുമ്പോഴും ഇന്നും മുടക്കം കൂടാതെ ഇത്രയും വർഷം നടന്നുപോയി എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ആ കാലഘട്ടത്തിൽ ആദ്യമായി കരിസ്മാറ്റിക് ലീഡർഷിപ്പിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ആദ്യമായി ഫാസ്റ്റിംഗ് പ്രയറിൽ നാം എഡോറേഷൻ ഉൾപ്പെടുത്തിയത്. അതുവഴി ഞാൻ ലക്ഷ്യമിട്ടത് ഒരു കാര്യം മാത്രമായിരുന്നു. നമ്മുടെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പറയുന്നത് പോലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആകെത്തുകയാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയിലോട്ട് സകലമാന മക്കളെയും ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പുറകിലുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം. അതിൽ ഞാൻ വളരെയേറെ വിജയം കണ്ടെത്തി. കാരണം 200-250ഓളം മാത്രം വിശ്വാസികൾ പങ്കെടുത്തിരുന്ന കരിസ്മാറ്റിക് ഫാസ്റ്റിംഗ് പ്രയർ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ 1000-ന് മേലെ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിശ്വാസ സമൂഹമായി വളർന്നതിൻ്റെ പിന്നിൽ ഈ വിശ്വാസ സംഹിത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കൊണ്ട് മലയാളി കാത്തലിക് കോൺഗ്രിഗേഷനിലുള്ള അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് കീഴിൽ 6 വർഷക്കാലം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാനും എനിക്ക് കൃപ നൽകി. മലയാളി കാത്തലിക് കോൺഗ്രിഗേഷനിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്നു നമ്മുടെ ആദ്യത്തെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ വാർക്കി വിദ്യതിൽ പിതാവിൻ്റെ ദുബായ് സന്ദർശനം. വളരെ ഭംഗിയായി അദ്ദേഹത്തെ സ്വീകരിക്കുവാനും വളരെ മനോഹരമായി അദ്ദേഹത്തോടൊപ്പം ഇടപഴകുവാനും എല്ലാം ലഭിച്ച സന്ദർഭങ്ങൾ ഞാൻ ഇന്നും വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം സഭയുടെ കാണപ്പെടുന്ന തലവൻ, സിറോ മലബാർ സഭയുടെ കാണപ്പെടുന്ന പിതാവ്, അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുവാൻ വീണ്ടും കിട്ടിയ അവസരം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അന്നത്തെ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം ഞങ്ങൾ ചിലവഴിച്ചു. വളരെ കൃതാർത്ഥതയുണ്ട്. ഇങ്ങനെ മലയാളി സമൂഹത്തിൻ്റെ
നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ച നിങ്ങൾ എങ്ങനെയാണ് സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ മുഖ്യധാരയിലെ പ്രവർത്തകനായിട്ട് മാറുന്നത്? 1994 ദുബൈയിലെ സ്പിനീസ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് കയറുക. ആ സ്പിനീസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സ്വാംശീകരിച്ച അല്ലെങ്കിൽ ഉൾക്കൊണ്ട ഫോട്ടോഗ്രാഫിയിലൂടെ എൻ്റെ അനുഭവം സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലോട്ടും പകർത്തുവാൻ എനിക്ക് നല്ല ദൈവം ഇട നൽകി. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊന്നും അല്ലാതിരുന്ന എന്നെ അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിൻ്റെ പദവിയിലോട്ട് ദൈവം ഉയർത്തിയെങ്കിൽ ഒരുപക്ഷേ സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലോട്ടുള്ള ശുശ്രൂഷയുടെ പദവികൾ എനിക്ക് തുറന്നിടുന്നതിന് വേണ്ടി ആയിരുന്നിരിക്കാം എന്ന് ഞാനിപ്പോൾ കരുതുകയാണ്. കാരണം 1995 മുതലാണ് സെയിൻറ്റ് മേരീസിൽ ചെറുതും വലുതുമായ സംഘടനാ മീറ്റിങ്ങുകളുടെയും വിവിധങ്ങളായ ദേവാലയ ശുശ്രൂഷകളുടെയും വ്യത്യസ്തങ്ങളായ VIP വിസിറ്റുകളുടെയും എല്ലാം ഫോട്ടോഗ്രാഫ് എടുക്കുവാൻ ഞാൻ തുടങ്ങിയത്. ഞാനെടുത്ത ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഇന്നും സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ വെബ്സൈറ്റിൽ പറന്ന് കളിക്കുന്നത് കാണുമ്പോൾ നല്ല ദൈവത്തോട് ഒടുങ്ങാത്ത നന്ദി എനിക്ക് പറയുവാനുണ്ട്. കാരണം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ് പോലും അല്ലാതെ തന്നെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫി മാറ്റിയത് നല്ല ദൈവത്തിൻ്റെ അതീവ കാരുണ്യം ഒന്ന് മാത്രമാണെന്ന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കൂടാതെ 2007 മുതൽ 2013 വരെ 6 വർഷക്കാലം ഈ ദേവാലയത്തിലെ ഒരു ലേ മിനിസ്റ്ററായി ശുശ്രൂഷ ചെയ്യുവാനും നല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തു. മാത്രമായില്ല, അവിടെ ഒരു കോർ ടീമിൻ്റെ പദവി 2 വർഷമായിരുന്നിട്ടും 4 വർഷക്കാലം ആ കോർ ടീമിൽ തുടരുവാൻ എനിക്ക് ദൈവം അനുമതി നൽകിയെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അപാരമാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുവെങ്കിലും അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ മേഖലകളായിരുന്നു ഇതൊക്കെ. ഈ നീണ്ട പ്രവാസ ജീവിതത്തിൽ താങ്കൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതാനുഭവങ്ങളോ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട്. അതിന് നമ്മളുടെ ചുരുങ്ങിയ സമയം കൊണ്ടും ഒന്നും തീരുകയില്ല. എന്നിരുന്നാലും നാട്ടിലെ ഒരു അനുഭവവും ദുബൈയിലെ ഒരു അനുഭവവും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രവാസ ലോക ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പാടുകളുടെ നടുവിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ എനിക്ക് ലഭിച്ച കൃപകൾ നിരവധിയാണ് എന്ന് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദേവാലയത്തിനടുത്ത് ഒരു ഭവനം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് തൃശ്ശൂർ നെല്ലങ്കര പ്രദേശത്ത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ ഓപ്പോസിറ്റായി ഒരു ഭൂമി എനിക്ക് കാണുവാൻ ഇടവന്നത്. അവിടെ പണിതീരാത്ത ഒരു വീടും വളരെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബവുമാണ് എനിക്ക് കാണപ്പെട്ടത്. എങ്കിലും അവരുമായി ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞ എമൗണ്ടിന് അവർ ഒതുങ്ങാതെ വന്നപ്പോൾ ഞാൻ തിരികെ പോരുമ്പോൾ നേരെ കാണുന്ന സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിനെ നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, വയസ്സാങ്കാലത്ത് ഈ മുറ്റത്ത് വന്നിരുന്നെങ്കിലും എനിക്ക് കുർബാന കാണുവാനുള്ള കൃപ ലഭിക്കണം. അതിന് ഈ ഭവനം എനിക്ക് കിട്ടിയേ പറ്റൂ. വളരെ വികാരത്തോടു കൂടി ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. 1 വർഷം കഴിഞ്ഞ് ഞാൻ വന്നു. അന്നേരം ആ ഭവനത്തിൻ്റെ ഉടമയുടെ സഹോദരൻ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, തോമസ് ചേട്ടന് ഇപ്പോഴും ഈ ഭവനം വേണോ? ഞാൻ പറഞ്ഞു, ഈ സാഹചര്യത്തിൽ സ്ഥലത്തിൻ്റെ ഭൂമിയുടെ വിലയെല്ലാം വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ നിൻ്റെ ജ്യേഷ്ഠൻ്റെ സാമ്പത്തികമായ ഭദ്രത മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അന്ന് ഓഫർ ചെയ്ത സംഖ്യയിൽ നിന്ന് ഒരു പൈസ പോലും കുറയ്ക്കാതെ ഇപ്പോഴും തരുവാൻ ഞാൻ തയ്യാറാണ്. സമ്മതമാണെങ്കിൽ നാളെ നമുക്ക് കണ്ടുമുട്ടാം. അവൻ പോയി തിരികെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സമ്മതമാണ്. പിറ്റേ ദിവസം തന്നെ ദൈവത്തിൻ്റെ അതീവ കാരുണ്യത്താൽ ആ ഭവനം കരാർ ചെയ്യപ്പെടുകയാണ്. മറ്റൊരു സംഭവം, അതേ ഭവനത്തിൽ തന്നെ 1 വർഷം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പണി പൂർത്തിയാക്കുവാൻ വേണ്ടി അവധിക്ക് പോവുകയാണ്. 30 ദിവസത്തെ അവധിക്ക് 28 ദിവസം കൊണ്ട് പണി തീർക്കണം. 2 ദിവസം പോളിഷിങ്, 30 ദിവസം എനിക്ക് ഇങ്ങോട്ട് പോരണം. ഇതാണ് എൻ്റെ പ്ലാൻ. വളരെ ടൈം ഫ്രെയിമോട് കൂടി
പണിക്കുള്ള ആളുകളെല്ലാം ക്രമീകരിച്ച് ഞാൻ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞില്ല. ഒരുപാട് പ്ലാസ്റ്ററിംഗ് വർക്കുകൾ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം സമൃദ്ധമായി വേണ്ടിയിരുന്നു. എന്തുകൊണ്ടോ സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കാം കിണർ പറ്റി. അന്നത്തെ പണി നേരത്തെ അവസാനിപ്പിച്ച് പണിക്കാരെ വിട്ടു. നാളെ വരണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവരെ യാത്രയാക്കിയത്. എനിക്കറിയില്ല നാളേക്ക് വെള്ളം കിട്ടുമോ എന്ന്. എങ്കിലും അങ്ങനെ പറഞ്ഞു വിട്ടു. വീടടച്ച് സെയിൻറ്റ് സെബാസ്റ്റ്യനെ മധ്യസ്ഥനെ അപേക്ഷിച്ച് ബസ് കയറാൻ വന്ന് നിൽക്കുമ്പോൾ 10 നിമിഷമുണ്ട് ബസ് വരുന്നതിനായിട്ട്. പക്ഷേ ഈ 10 നിമിഷം കൊണ്ട് പ്രകൃതി തന്നെ മാറി മറിയുന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. എവിടുന്നോ ഒരു കാറ്റ് വീശി, പിന്നാലെ ഇടിവെട്ട്, കാർമേഘങ്ങൾ, 5 നിമിഷം കൊണ്ട് ശക്തമായ മഴ ആ നെല്ലങ്കര പ്രദേശത്ത് അന്ന് അനുഭവിച്ചു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞാൻ വീട്ടിലോട്ട് തന്നെ പോയി. ആദ്യം നോക്കിയത് കിണറിലോട്ടാണ്. ഈ 10 നിമിഷ വ്യത്യാസം കൊണ്ട് 2 റിങ് വെള്ളം കയറുവാൻ തക്ക വിധത്തിൽ ദൈവം ഇടവരുത്തിയെങ്കിൽ അതിനെ ദൈവത്തിൻ്റെ വലിയ കൃപ എന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ എനിക്ക് വാക്കുകളില്ല. ഉടനെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു, ഭാര്യയ്ക്ക് വിളിച്ചു പറഞ്ഞു, മക്കൾക്ക് വിളിച്ചു പറഞ്ഞു, നമുക്ക് ഈ വീടിന് ഒരു പേരിടണം. അപ്പോൾ പല പേരുകളും മനസ്സിൽ വന്നെങ്കിലും അൾട്ടിമേറ്റായി ഞങ്ങൾ തീരുമാനത്തിലെത്തി ഈ ഭവനത്തിന് ഗ്രേസ് വില്ല എന്ന് പേരിടുക. താങ്കളുടെ ശുശ്രൂഷ ജീവിതകാലത്ത് ദുബൈയിൽ സംഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നതെന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. കരിസ്മാറ്റിക് കോർഡിനേറ്റർഷിപ്പിൽ നിൽക്കുന്ന സമയത്തുണ്ടായൊരു അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ പച്ചയായി നിൽക്കുന്നുണ്ട്. ആ അനുഭവത്തിലെ കഥാപാത്രം ഇപ്പോൾ അമേരിക്കയിൽ വിവാഹം കഴിച്ച് 2 പെൺകുട്ടികളുമായി ജീവിക്കുകയാണ്. എങ്കിലും അവളിലൂടെ ഞാൻ നേടിയെടുത്ത ഒരു വലിയ വിശ്വാസം ഇങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് 1 മാസം മാത്രം പ്രായമായിരിക്കെ ആ സഹോദരിയുടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ വാർത്ത അറിയുവാൻ ഇടവന്ന അതേ നിമിഷം തന്നെ ആ വാർത്ത അറിയിച്ചവരുമായി ഞാൻ ആ സഹോദരിയുടെ ഹോസ്റ്റലിൽ പോവുകയും അവരുടെ കാര്യങ്ങൾ തിരക്കി അവളുടെ ഹസ്ബൻഡിൻ്റെ ബോഡിയോട് ചേർത്ത് അവളെ കൂടി നാട്ടിലോട്ട് അയക്കുവാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുകയും പിന്നീട് 2 മാസം കഴിഞ്ഞ് അവളുടെ കുടുംബക്കാരുമായി സംസാരിച്ച് എനിക്കൊരു പരിചയമില്ല ആ കുട്ടിയെയും ആ കുടുംബക്കാരെയും. പക്ഷേ ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ കുടുംബക്കാരുമായി സംസാരിച്ചു. 2 മാസം കഴിഞ്ഞ് ആ മകളെ എവിടേക്ക് വരുത്തി. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വീണ്ടും ജോലിക്ക് കയറി. 6 മാസക്കാലം അവൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ അനുഭവിപ്പിച്ചു. കാരണം ഊഹിക്കാമല്ലോ, വിവാഹം കഴിഞ്ഞ് 1 മാസം മാത്രം പ്രായമായിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ സഹോദരിയോടൊപ്പം വർക്ക് ചെയ്തിരുന്ന മറ്റ് സഹോദരിമാരും കൂടി ഒന്നു ചേർന്ന് ഒറ്റ ടീമായി പ്രവർത്തിച്ചപ്പോൾ 7 മാസം കൊണ്ട് അവളെ ഞങ്ങൾക്ക് നോർമൽ ട്രാക്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇടവരുത്തി. പിന്നീട് അങ്ങോട്ട് ആ സഹോദരിക്കുണ്ടായ മാറ്റം നിരവധിയാണ്. 1 വർഷത്തിനകം ആ സഹോദരിയെ ഞങ്ങൾ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സഹോദരിയെ പിന്നീട് നാട്ടിലോട്ട് പറഞ്ഞയക്കുകയും ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി കഴിഞ്ഞ് 2ാമത്തെ മാസം തന്നെ അവൾ ആ സഹോദരിയുടെ കുടുംബാംഗങ്ങളുടെ ഇടപെടൽ മൂലം ഒരു പ്രപ്പോസൽ കടന്നു വരികയും അത് അവളെ ആ സഹോദരി ഒരു വിവാഹ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുവാനും ദൈവം കൃപ നൽകി. ഇന്ന് ആ മകൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഓരോ മാസവും മുടങ്ങാതെ ഞാനുമായി ടെലിഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത് ഒരുപക്ഷെ എൻ്റെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് വ്യക്തികൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേദനിക്കുന്ന മക്കൾ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. ഇവരെയൊക്കെ കാണുവാനും ഇടപെടുവാനും എന്നാൽ കഴിയാവുന്നത്, ഈ മലയാളി സമൂഹത്തിനാൽ കഴിയാവുന്നത് ചെയ്യുവാനും ഇടം നൽകിയ അവസരമായിരുന്നു എൻ്റെ കരിസ്മാറ്റിക് ജീവിതത്തിലെ ആ 2 വർഷം. ഇന്നും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ആ സഹോദരിക്കൊപ്പം എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ചെയ്തു തന്ന മറ്റൊരു സഹോദരി കൂടിയുണ്ട്. അവരും വിവാഹം കഴിച്ച് 3 മക്കളുമായി ഇന്ന് അമേരിക്കയിലാണ്. ഇവരിരുവരും അവരുടെ സ്നേഹം ഇന്നും പങ്കുവയ്ക്കുന്നത് കാണുമ്പോൾ വർഷങ്ങളേറെയായി, 10-15 വർഷങ്ങൾ കഴിഞ്ഞു. എങ്കിലും അവർക്ക് അന്ന് ലഭിച്ച ആ സ്നേഹം എനിക്ക് ഇന്നവർ തിരികെ നൽകുമ്പോൾ ഞാൻ നല്ല ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഇതൊന്നും എൻ്റെ കഴിവും എടുക്കുകയല്ല, ദൈവത്തിൻ്റെ വലിയ കൃപ.
അവിടെയാണ് കൃപയ്ക്ക് മേൽ കൃപ ഞാൻ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ ഈ ജീവിതകാലത്തിൽ. എല്ലാത്തിനും വളരെയേറെ നന്ദിയും സന്തോഷവുമുണ്ട്. നീണ്ട പ്രവാസി ജീവിതകാലം കൊണ്ട് ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഓർമ്മകളുമായി വിശ്രമത്തിനായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെയുള്ള പ്രവാസികൾക്ക് എന്ത് സന്ദേശമാണ് എം.എൽ. തോമസിന് നൽകുവാൻ സാധിക്കുന്നത്? ജീവിതം നൽകുന്നത് നമുക്ക് നിരവധി അവസരങ്ങളും സമയവുമാണ്. അതിനെ നാം എങ്ങനെ ക്രമപ്പെടുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഓരോ പ്രവാസിയുടെയും ജീവിതത്തിൻ്റെ വിജയം. ചിലർ സമ്പത്തിന് വേണ്ടി ഓടും, പക്ഷേ മനസ്സമാധാനം എന്ന ഒന്നുണ്ടാവുകയില്ല. ചിലർ കുടുംബത്തെ മറന്ന് ജീവിക്കും, അവിടെയും സമാധാനക്കുറവ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. തിരക്ക് പിടിച്ച ജീവിതം, പ്രാർത്ഥനാ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചില്ല എങ്കിൽ നമ്മിൽ പലരും ജീവിതത്തിൽ വഴിതിരിഞ്ഞു പോകുവാൻ, വഴിതെറ്റിപ്പോകുവാൻ ഇടയുള്ള വളരെ വിശാലമായ ഒരു മേഖലയാണ് പ്രവാസ ജീവിതം. പ്രത്യേകിച്ച് നമ്മളെ തിരുത്തുവാനോ നേർവഴിക്ക് നയിക്കുവാനോ പ്രായം ചെന്നവരോ മാതാപിതാക്കളോ കുടുംബക്കാരോ ആരും ഇല്ലാത്ത ഈ പ്രവാസ ജീവിതത്തിൽ നമ്മളെ നേർവഴി കാട്ടി നയിക്കുവാൻ ഒരു ശക്തിക്ക് മാത്രമേ ഇവിടെ ഞാൻ അവസരം കണ്ടിട്ടുള്ളൂ, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. അതാണ് ദൈവിക ശക്തി. സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ കടന്നു പോകുന്ന ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ്. നാം പ്രവർത്തിക്കേണ്ടത് പണത്തിന് വേണ്ടി മാത്രമാകരുത്. ജീവിക്കുവാൻ വേണ്ടി നാം ജീവിക്കണം. ജീവിക്കുവാൻ വേണ്ടി നാം ജീവിക്കണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ കൃപ കൂടിയേ പറ്റൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈശോ വേറൊന്നും കൂടി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6:33 ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചേർത്ത് തരപ്പെടും. എൻ്റെ 32 വർഷക്കാലത്തെ പ്രവാസ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച ഏറ്റവും വലിയ സത്യം ഇത് തന്നെയാണ്. കൂട്ടിച്ചേർക്കലുകളുടെ വർഷങ്ങളായിരുന്നു ഈ 38 വർഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വർഷം ഞാൻ ഇവിടെ ജീവിക്കുമെന്ന്. വെറും 4 വർഷം പണി ചെയ്ത് കിട്ടാവുന്ന പൈസ സമ്പാദിച്ചുകൊണ്ട് തിരികെ പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വന്ന ഞാൻ 40 വർഷത്തിലോട്ട് എത്തി നിൽക്കുമ്പോൾ അനുഭവങ്ങളുടെ പറുദീസയാണ് എനിക്കിവിടെ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കൊച്ചുനാളിലെ ഇടവക ദേവാലയമായ സെയിൻറ്റ് ആൻസ് ദേവാലയം, ആ അമ്മയുടെ മകളായ സെയിൻറ്റ് മേരീസ് ദുബൈയിലെ ദേവാലയം, ഈ അമ്മയും മകളും എനിക്ക് നൽകിയിട്ടുള്ള നിരവധി കൃപകൾ അവർണ്ണനാതീതമാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രവാസ സമൂഹത്തോട് പറയുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സഭയോടൊത്ത്, സഭാമൂല്യങ്ങളോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം 6:33 കൂട്ടിച്ചേർക്കലുകൾ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. കൃപയ്ക്ക് മേൽ കൃപ, അതാണ് ഈ കൂട്ടിച്ചേർക്കൽ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അർത്ഥമാക്കുക. അങ്ങനെ പ്രവാസ സമൂഹത്തെ എനിക്ക് അഭിസംബോധന ചെയ്യുമ്പോൾ പ്രത്യേകമായി വീണ്ടും വീണ്ടും പറയുവാനുള്ളത്, ഈ കൂട്ടിച്ചേർക്കലുകൾ എന്നെപ്പോലെ നിങ്ങളും അനുഭവിക്കുവാൻ ഇടവരുത്തണമെന്നുള്ളതാണ്. അതായത് നല്ല ദൈവത്തെ കൂടാതെ എനിക്കോ നിങ്ങൾക്കോ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ മരുഭൂമിയെ മരുപ്പച്ചയാക്കുവാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ വരൂ, ദൈവത്തിങ്കിലേക്ക് വരൂ, സെയിൻറ്റ് മേരീസ് ദേവാലയത്തിലേക്ക് വരൂ. ആ ദൈവകൃപ എന്തെന്ന് അനുഭവിച്ചറിഞ്ഞ് സന്തോഷത്തോടു കൂടി എന്നെപ്പോലെ ഞാനിതിപ്പോൾ നാട്ടിലോട്ട് തിരിക്കുവാൻ പോകുന്നത് വളരെ കൃതാർത്ഥതയോടു കൂടിയാണ്. കാരണം എനിക്ക് ചെയ്യേണ്ട കടമകൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി സമൂഹത്തിന് വേണ്ടിയും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള വലിയ കൃതാർത്ഥതയോട് കൂടി, കൃതാർത്ഥത നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഞാൻ ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളത്തിലേക്ക് നാളെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുക. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല മക്കളെ കണ്ടെത്തുവാനും ഒരുപാട് മനുഷ്യമക്കളുടെ ജീവിതത്തിലോട്ട് ആഴ്ന്നിറങ്ങുവാനും ഒരുപാട് മക്കളെ കറക്റ്റ് ചെയ്യപ്പെടുവാനും ഒരുപാട് സഭാ നേതൃത്വവുമായി ഇടപഴകുവാനും ഒരുപാട് സഭാ നേതൃത്വവുമായി അവരുടെ ഫോട്ടോഗ്രാഫ് എടുക്കുവാനും അവരോടൊത്ത് സഹവസിക്കുവാനും അവരോടൊത്ത് ഷെയർ ചെയ്യുവാനും എനിക്ക് ലഭിച്ച ഈ പുണ്യഭൂമി, ഈ ദുബൈ, ലോകമഹാത്ഭുതങ്ങളുടെ പട്ടിക നിരത്തി വച്ചിരിക്കുന്ന ഒരു മരുഭൂമിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത അത്ഭുതങ്ങളുടെ പറുദീസയാണ് ഈ ദുബൈ. എന്നെ ഞാനാക്കി മാറ്റിയ ഈ ദുബൈയോട്
ഇവിടുത്തെ അധികാരികളോട്, ഇവിടുത്തെ സഭാ നേതൃത്വത്തോട്, പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോട് എല്ലാം വളരെ വിധേയത്വത്തോടു കൂടി, നന്ദിയോടുകൂടി എൻ്റെ എല്ലാവിധ കൃതജ്ഞതകളും ഞാൻ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞവരെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ ശ്രീമാൻ എം.എൽ. തോമസ് മലയാളി സമൂഹത്തിന്, പ്രവാസികൾക്ക് ഒരു മാതൃകയാണ്. കാരണം തൻ്റെ ജോലിക്കുള്ളിൽ അദ്ദേഹത്തിന് ഒതുങ്ങാമായിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ ദൈവത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിതനാകാൻ തയ്യാറായപ്പോൾ ദൈവം കൂട്ടിച്ചേർത്തുകൊണ്ട് എത്രയോ മഹനീയ പദവികളിലേക്ക് ആ സഹോദരനെ ഉയർത്തി. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളും സമൂഹത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതവും ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര.